എടുത്തോളൂ സാറേ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മോട്ടു പത്ലു അവരുടെ കൂട്ടുകാര് ഗസിറ്റാറാമും ഡോക്ടർ ജഡ്കയും TV പ്രൊഡ്യൂസേഴ്സ് ആവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവരെല്ലാവരും നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നല്ല TV പ്രോഗ്രാംസുമായി വരാൻ പോകുന്നു. നമ്മുടെ ലോക്കൽ കേബിളിൽ ഇതൊക്കെ കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാ പ്രോഗ്രാംസും ഹിറ്റ് ആവട്ടെ, അതിനൊരു സംശയവും വേണ്ട. കാരണം ഇവരോടൊപ്പം എന്നെ പോലെ കഴിവുള്ള ആക്ടേഴ്സും ഉണ്ടല്ലോ. ഇവരെടുക്കുന്ന എല്ലാ പ്രോഗ്രാംസിലും ഞാനായിരിക്കും ഹീറോ. എല്ലാവരും ഒന്ന് മാറിക്കേ. എന്നെ പോലെ അഭിനയിക്കാൻ വേറെ ആർക്കും കഴിയില്ല. എന്റെ ആക്ടിങ്ങിന്റെ ഒരു സാമ്പിൾ കണ്ടോളൂ. ഞാൻ തനിച്ചല്ല, എന്റെ പുറകെ നാട്ടുകാർ മുഴുവനുമുണ്ട്. കാണണോ? നിങ്ങളുടെ അഭിനയം എന്താ ബോക്സർ സാറേ? എന്റെ അഭിനയം കാണുന്നോ? ആർക്കെങ്കിലും വേണോ ഞാനുണ്ടാക്കിയ സമോസ? പക്ഷെ ഓർമ്മയിരിക്കട്ടെ, ഇന്ന് റൊക്കം നാളെ കടം. വീണ്ടും പറയുന്നു, ഇന്ന് റൊക്കം നാളെ കടം. എല്ലാവരും തിന്ന് തിമിർക്കൂ. എല്ലാവരും ഒന്ന് സമോസ കഴിക്കൂ, എനിക്ക് ക്യാഷ് തരൂ. എന്റെ അമ്മോ മോട്ടു, ഇവരെക്കാളൊക്കെ എന്റെ ആക്ടിങ്ങില് മികച്ചതായി ഉള്ളത്. പേടിക്കേണ്ട, സത്യം പറഞ്ഞോ. പറയൂ 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 പറയൂ. മോട്ടു, ചിങ്കത്തിനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു മാത്രം പറഞ്ഞാ മതി. ഒട്ടും മടിക്കാതെ പറഞ്ഞോളൂ. എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും പറയൂ. അത് പറയൂ. മിണ്ടാതിരു ഭാഗത്തിരുന്ന് ചായ ഉണ്ടാക്ക്. നീ മിണ്ടാതിരുന്ന് ബോക്സിംഗ് ചെയ്യേ. പോകൂ. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് പോയിക്കോളൂ. ഞാൻ മാത്രം ആക്ടിങ് ചെയ്തോളാം. രണ്ടുപേരും ഞാനുണ്ടല്ലോ. വലിയ പ്രശ്നമായല്ലോ. ബോക്സറിനെ ഹീറോ ആക്കില്ലെങ്കിൽ അയാൾ നമ്മൾ ഇടിച്ച് ചമ്മന്തിയാക്കും. ചിങ്കത്തിനെ ആക്കിയില്ലെങ്കിൽ നമ്മൾ അയാൾ പിടിച്ച് ജയിലിലിടും. ചായക്കടക്കാരനെ ആക്കിയില്ലെങ്കിൽ പിന്നെ അയാൾ സമൂസയും തരില്ല. യോ, ഇപ്പൊ എന്താ ചെയ്യാ? പൊളിക്കടുത്തല്ലോ. ഇതിനാണ് പറയുന്നത്, ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ചെറുത്താനും നടുവിലും നമ്മളും. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. നമ്മുടെ പ്രോഗ്രാം എന്താന്ന് അറിയില്ലേ? ഇതൊരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ്. അതായത് ഓരോരുത്തർ അറിയാതെ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ അവരറിയാതെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും മോട്ടു. എന്നിട്ട് ആ ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ലോക്കൽ ടിവിയിൽ കാണിച്ചു കൊടുക്കും. ഇതിനാണ് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള വള്ളി നമ്മുടെ കാലിൽ തന്നെ വന്ന് ചുറ്റീന്ന്. ഷൂട്ടിംഗ് നടത്തിയാലും നമ്മൾ അവന്മാർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓയ് മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടീം ഉണ്ടാക്ക്. ഞാനും ഗസീട്ടാറാമും വേറൊരു ടീമും. നമ്മൾ 2 ടീമായിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കേ? നിങ്ങളെന്താ വിചാരിച്ചേ? എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നോ? ഞാനാണ് സൂപ്പർ ഹീറോ. ഇവിടെ നിന്ന് കുറച്ച് വ്യത്യാസമായ സീനുകളിൽ ഷൂട്ട് ചെയ്യാൻ മോട്ടു. ഞാൻ ഹീറോ. ഞാനാണ് സൂപ്പർ ഹീറോ. ഞാനാണ് മെഗാസ്റ്റാർ. എന്റെ അടുത്തേക്ക് വരരുത്. എനിക്ക് ചേടാ, ഇതെന്താ എന്റെ പുറകിൽ നിന്ന് മാറാത്ത? അയ്യോ, ആരെങ്കിലും രക്ഷിക്കേ. ഈ എലിയിൽ നിന്നും എന്നെ രക്ഷിക്കേ. അയ്യോ. ഒന്നും മിണ്ടാതിരിക്കെ. ബോക്സർ എങ്ങാനും കേട്ട അയാൾക്ക് ദേഷ്യം പിടിക്കും. പത്ലു, ബോക്സർ അതിന് കേട്ടിട്ട് വേണ്ടേ? അയാൾ അതിനകത്തല്ലേ. പുള്ളിക്കാരന് പുറത്തു വരാനുള്ള ധൈര്യമില്ലല്ലോ. ഞാൻ പുറത്താണ്, നിങ്ങളുടെ മുന്നിൽ. പക്ഷെ എന്റെ മുന്നിൽ നിങ്ങൾ ഇനി ഉണ്ടാവില്ല. മനസ്സിലായോ? എന്നോടാ ഇവന്മാരുടെ കളി. ഇത്
എന്താണ്? ആ, ഏയ്, 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 അമ്മോ. അമ്മേ, അച്ഛാ, എന്താ പറ്റിയ മോട്ടു, നീ എന്തിനാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നേ? പത്തലു, എന്റെ പാന്റിനകത്ത് എലി കയറി. വേണ്ട, അവിടെ കടിക്കരുത്. വേണ്ട, വേണ്ട. ജഡ്കയുടെ പ്രൊജക്ടർ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്, ചിങ്കം സാർ വരുന്നുണ്ട്. നമുക്കിപ്പോ അയാളെ ഷൂട്ട് ചെയ്യാം. മോട്ടു നീ റെഡിയായിരിക്കേ. എന്റെ അമ്മ, ഈ റോട്ടിൽ ഇത്ര വലിയ പാറ എവിടുന്ന് വന്നിരിക്കുന്നു? ഇതിനെവിടെയെങ്കിലും മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കും. എന്റെ അമ്മോ, ഇത് എന്തൊരു പാറയാണ്! ഇതിനൊന്നും തൊടാൻ പോലും കഴിയുന്നില്ലല്ലോ. ഞാൻ പാറപ്പുറത്തുള്ള ഭൂതമാണ്. നിനക്ക് ഈ പാറപ്പുറത്തുള്ള ഭൂതത്തിനെ തൊടാൻ പോലും പറ്റില്ല. എന്റെ അമ്മോ, പാറപ്പുറത്ത് ഭൂതമോ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. സോറി, വെരി സോറി. ഞാൻ അറിയാതെ നിങ്ങളുടെ വഴിയിൽ വന്നതാണ്. നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം നിന്നെ ഞാനൊരു പാറയാക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടുന്ന് പോകൂ, ഇവിടുന്ന് പോകൂ. എന്റെ പാറച്ചേട്ടാ, എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് പാറയായി മാറണ്ട. എന്റെ അമ്മോ. ഒരു ഇൻസ്പെക്ടർ ആയിട്ടാണ് ഇത്രയും പേടിക്കുന്നത്. ഇയാൾ എങ്ങനെയാ ഫുർഫുറി നഗരത്തിലെ കള്ളന്മാരെടുത്തുനിന്ന് നമ്മളെ രക്ഷിക്കുക? ഞാൻ പറഞ്ഞു തരാം ഫുർഫുറെ നഗരത്തിനെ എങ്ങനെ ഞാൻ രക്ഷിക്കുമെന്ന്. 1, 2, 3. പിടിച്ചോ, കുംഫു, കറാട്ടെ, പിന്നെ ജൂഡോ, ഇത് കളരി, പിന്നെ നിഞ്ച. ഇനി വേണോ? നാടനടി വേണോ നിങ്ങൾക്ക്? പറ, വേണോ? വേണ്ട വേണ്ട ചിങ്കം സാറേ, ഇപ്പൊ തന്നെ ഒരുപാടായി. വരൂ, ചായ കുടിക്കാം. ഭൂതങ്ങൾ ചായ കുടിക്കാറില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. എനിക്ക് സമൂസ കഴിക്കണമെന്നുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മനുഷ്യനായിരുന്നപ്പോൾ ഈ ചായക്കടയിൽ നിന്നാണ് സമൂസ മേടിച്ച് കഴിച്ചത്. ഒന്നും മിണ്ടാതിരിക്കാൻ, അയാള് കേട്ടാ പണിയാവും. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പേടിപ്പെടുത്തിയായിരുന്നു അല്ലേ? നിങ്ങൾ ഞാൻ വിടാൻ പോകുന്നില്ല. നിക്കറാവണേ. നോക്ക് ചായക്കട ചേട്ടാ, ഞങ്ങളത് പിന്നെ ഒരു തമാശക്ക്. ഒരു ഭാഗത്തിരുന്ന് വിശദമായി പറയൂ, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? താങ്ക് യു. ആദ്യമായിട്ട് ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ നിങ്ങളുടെ കടയിൽ ഞങ്ങളോട് ഇരിക്കാൻ പറയുന്നത്. ആദ്യം കുറച്ച് സമൂസ കഴിക്കട്ടെ, എന്നിട്ടൊക്കെ പറയാം. അതിനെന്താ, സമോസയും തരാം, ചായയും കുടിപ്പിക്കാം. ആദ്യം ഒന്ന് ഇരുന്നാട്ടെ. ചേട്ടാ, നിങ്ങളുടെ സാധനം എന്തോ കരിയുന്നുണ്ടല്ലോ. എന്റെ അടുത്തല്ല, നിന്റെ അടുത്താണ് എന്തോ കരിയുന്നത് മോട്ടു. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പ്രോഗ്രാം വരാനിരിക്കുന്നു. നമ്മുടെ ഈ ഷോയിന്റെ പേരാണ്, തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, തമാശയാണ്. ഇതിലെന്താന്ന് വെച്ചാ നിങ്ങൾ എല്ലാവരും ഹീറോയെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഷൂട്ടിംഗ് എപ്പോഴായിരിക്കും? ഓ എന്റെ ചങ്ക്, ഞങ്ങൾ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഒരു ഗ്രൂപ്പില് മോട്ടുവും പത്തിലുമാണ് നിങ്ങളെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പില് ഞാനും ഗസീട്ടറാമും കൂടിയാണ് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഓ, ഇത് ഞാനാ. ഇത് നിങ്ങൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ എന്നെ ഹീറോ അല്ല, സീറോയാണ് ആക്കിയിരിക്കുന്നത്. എന്റെ അമ്മോ, വേണ്ട
വിട്ടോ, ഓടിക്കോ. ഏയ്. ഓ എന്റെ ചങ്കുകളെ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഈ ഷോയുടെ പേര് തന്നെ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്, തമാശ മാത്രമാണെന്നാണ്. ഇനി ഞാനും കസീട്ടിയും ഷൂട്ട് ചെയ്ത രംഗങ്ങൾ കാണിക്കാം, കണ്ടോളൂ. ഓ എന്റെ ചങ്കേ. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, തെറ്റായിട്ടൊന്നും വിചാരിക്കില്ല, തമാശയല്ലേ. ഞങ്ങളുടെ വീട് കണ്ടില്ലേ പൊളിഞ്ഞു പോയിരിക്കുന്നത്. വാതലും ജനലൊക്കെ പൊളിഞ്ഞു വീണു. ഹൗസ് ഓണർ റിപ്പയർ ചെയ്ത് തരില്ല എന്നാ പറഞ്ഞത്. വലിയേട്ടാ സഹായിക്കൂ. ഈ ലോകത്ത് നിങ്ങളടുത്തല്ലാതെ ഇനി ഞങ്ങൾ ആരെടുത്ത് പോവാനാ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കട്ടെന്ന്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ ഹൗസ് ഉണ്ടാക്കി തരാം. ഹ്യൂമൻ ഹൗസോ? അതെ ചങ്കേ, ഹ്യൂമൻ ഹൗസ് തന്നെ. അതിന് മനുഷ്യനെ പോലെ അനങ്ങാനും നീങ്ങാനും ഒക്കെ പറ്റും, സംസാരിക്കാനും പറ്റും. എവിടെ പോയാലും നിങ്ങൾക്കത് എടുത്തോണ്ട് പോവാനും കഴിയും. ഓ പൊളിച്ചേ. വലിയേട്ടാ എവിടെയാ ഹ്യൂമൻ ഹൗസ്? എവിടെയാ? വേഗം തരൂ, വേഗം തരൂ. എവിടെയാ, എവിടെയാന്നൊന്ന് പറഞ്ഞിട്ട് പോ. എവിടെയാ? ഒന്ന് വേഗം കാണിക്കണ്ട വലിയേട്ടാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ജഡ്ക. ഓ എന്റെ ചങ്കുകളെ, ഇതിന്റെ പേര് മൈക്ക് എന്നാണ്. ഈ വീടിന് സംസാരിക്കാനൊക്കെ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതിന് വൃത്തിയാക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോ എൻട്രി ഫീസ് കൊടുക്കാതെ ഇത് ഡോർ തുറക്കുന്ന പ്രസ്ഥാനമേ ഇല്ല. എൻട്രി ഫീ വെറും 50 രൂപയാണ്. അത്രേ ഉള്ളൂ. 50 രൂപ എൻട്രി ഫീസോ? ആ അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് കാശ് വാങ്ങുന്നത്. താമസിക്കുന്ന വീട്ടിൽ ചെറുതായിട്ട് വാടക കൊടുക്കുന്ന പോലെ കണ്ടാ മതി. ഞങ്ങൾക്ക് സമ്മതമാണ്, സമ്മതമാണ്. വരൂ പത്തിലു, ഇതിന് നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് വെക്കാം. വരൂ കൂട്ടുകാരാ, വരൂ. കൂട്ടുകാരനല്ല, നിങ്ങൾ എന്റെ വാടകക്കാരാണ്. സൗഹൃദം തുല്യരായവർ തമ്മിലാണ്, മുതലാളിയും വാടകക്കാരും തമ്മിലല്ല. ഇതെന്താ മോട്ടു, കെട്ടിടം കൂടെ നടക്കുന്നുണ്ടല്ലോ, അതിശയമായിരിക്കുന്നു. ഇത് ഡോക്ടർ ജഡ്കേന്റെ അടുത്തുനിന്ന് മേടിച്ചതാ. ഇനി ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഞങ്ങൾ ഇതിലാ താമസിക്കുക. മിസ്റ്റർ മൈക്ക്, വാതിൽ തുറക്കൂ, ഞങ്ങൾക്ക് അകത്ത് പോകാനുള്ളതാണ്. എൻട്രി ഫീസ് 50 റുപ്പീസ്. വാതിലിന്റെ സൈഡിൽ സ്ലോട്ട് ഉണ്ട്, അങ്ങോട്ടിട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഡോക്ടർ ജഡ്ക എൻട്രി ഫീസിന്റെ കാര്യം ഒരു തമാശ പറഞ്ഞു എന്നല്ലേ. ഇനി സത്യത്തിൽ ഞങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ അത് വൈകിട്ട് തന്നേക്കാം. വൈകുന്നേരം തന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ തന്നില്ലെങ്കിലും ഞങ്ങളുടെ അടുത്ത കൂട്ടുകാര് തന്നോളും. എന്താ? ഓക്കെ, കൂട്ടുകാര് തരുമോ? വരൂ, നമുക്ക് ഈ വീടിനകത്ത് ചെന്ന് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയാണല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ചെരുപ്പൂരിട്ട് അകത്തേക്ക് കയറിയാ മതി. സ്വന്തം വീടിനെ വൃത്തിയായി സൂക്ഷിക്കാൻ പഠിക്കണം. ചെരുപ്പിന്റെയും ഷൂവിന്റെയും അടിയിലുള്ള അഴുക്കുകൾ അകത്തേക്കാവും. അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. എടോ, തന്റെ ഈ വാചകോടി നിർത്തുന്നുണ്ടോ? ചെരുപ്പ് ഷൂ ഒന്നും ഞങ്ങൾ ഊരില്ല. നീ എന്ത് ചെയ്യുന്ന? സംഭവിച്ചു പോയി. ഇനി ഞങ്ങൾ അഴിച്ചു വെച്ചോളാം. ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല.
അടുക്കളയുടെ പാത്രം കഴിയാൻ വല്ല വേലക്കാരും വരുവോടെ? ഇല്ല ഇല്ല, ഞങ്ങൾ തന്നെയാ കഴുകുന്നത്. പിന്നെ ഈ കഴുകാത്ത പാത്രങ്ങളൊക്കെ അടുക്കളയിൽ ഇട്ടിട്ട് നീയൊക്കെ എങ്ങോട്ടായി പോകുന്നേ? വൃത്തിയില്ലാത്ത പാത്രങ്ങളിൽ നിന്ന് ഈച്ചയും അണുക്കളും എല്ലാം പടരും, അസുഖങ്ങളും പടരും. അല്ല, നിനക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ നീ തന്നെ അങ്ങ് കഴുകു. ഞാൻ പാത്രങ്ങളെ അല്ല, നിങ്ങളെ രണ്ടിനെ അങ്ങ് കഴിയാലോ എന്ന് ആലോചിക്കുക. പറ, പാത്രം കഴുകുന്നുണ്ടോ അതോ ഇല്ലയോ? വാതിൽ തുറക്ക്, ഞങ്ങൾ അകത്ത് വന്ന് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചോളാം. എൻട്രി ഫീസ് താ ആദ്യം. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പൈസ മേടിക്കാനാ ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ നീ പറ, പാത്രം കഴുകാൻ നീ വാതിൽ തുറക്കുന്നുണ്ടോ അതോ ഞങ്ങൾ പോണോ? ആ പാത്രങ്ങൾ വിട്ടിട്ട് ഞാൻ പോകാൻ സമ്മതിക്കില്ല. നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഡോക്ടർ ജഡ്കയുടെ അടുത്തൊന്ന് പോയിട്ട് വരട്ടെ. ജോൺ തന്നെ ആയിരിക്കും ഡാൻ. ഈ വീട് വിറ്റ് കോടീശ്വരനാകാൻ പോകുന്നത് ആരാണ്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് ഇത് ചിന്തിക്ക്, കോടീശ്വരനാകാൻ പോകുന്നത് ആരാണെന്ന്. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിലെ പോലെ പളിപ്പടിച്ച് നിൽക്കാതെ ഞാൻ ഈ വീട് വിൽക്കും, എന്നിട്ട് കോടീശ്വരനായി മാറുകയും ചെയ്യും. അതെ ജോൺ ദ ഡോൺ, നിനക്ക് വലിയ ബാങ്കിലൊക്കെ കടന്നുകൂടാൻ പറ്റും, പക്ഷെ ഈ ബാങ്കിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഈ ജോണിനെയാണോ ചലഞ്ച് ചെയ്യുന്നത്? തനിക്ക് ആളെ മനസ്സിലാവാത്ത കൊണ്ടാ എന്റെ കഴിവിനെ പറ്റി തനിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. പരിചയമില്ലാത്തവർക്കുള്ളിലേക്ക് വരാൻ അനുവാദമില്ല. ഞാൻ മോട്ടു പത്ലുവിന്റെ കൂട്ടുകാരനാ, അല്ലാതെ അപരിചിതരൊന്നും അല്ല. കൂട്ടുകാരാണെങ്കിൽ ഓക്കെ. അതെ അതെ, താങ്ക് യു. ഷൂവും ചെരുപ്പൊക്കെ അഴിച്ചിട് വേഗം. മോട്ടുവിന്റെ എൻട്രി ഫീസ് 50 രൂപ തരാൻ ബാക്കിയുണ്ട്. അവര് പറയുന്നത് അവർക്ക് തരാൻ കഴിയില്ലെങ്കിൽ കൂട്ടുകാർ കൊണ്ട് തരുമെന്നാ. കൂട്ടുകാരല്ലേ, 50 രൂപ എടുക്ക്. ഞാനൊരു ഡോണാണ്, ഡോൺ. ഡോണുകൾ കാശ് വാങ്ങാറേ ഉള്ളൂ, അല്ലാതെ കൊടുക്കാറില്ല. എന്റെ പൊന്നു വീട്, ഞാൻ മോഷ്ടിച്ചാണ് പൈസയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ രാവിലെ ഞാൻ എവിടെ പോയി മോഷ്ടിക്കാനാ? മോഷണമൊക്കെ രാത്രിയിലല്ലേ നടക്കൂ. ഇനിയിപ്പൊ ഇവൻ എന്റെ അടുത്ത് കടം ചോദിക്കും. ഞാൻ കണക്ക് കൂട്ടുന്നതിൽ മിടുക്കനാണല്ലോ, അതുകൊണ്ട് ഇവന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കണം. പണം വാങ്ങിക്കണമോ അതോ വേണ്ടയോ എന്ന്. താൻ എന്തുവാടോ ഈ ആലോചിക്കുന്നേ? ഇനി തന്റെ ഊഴമാണ്. പൈസ മര്യാദയ്ക്ക് തരുന്നോ അതോ എന്റെ കൈക്ക് പണി ഒപ്പിക്കുന്നോ? വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു ദിവസത്തെ എന്തിനാണ് വാങ്ങുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. മോട്ടുവും പത്തിനും ഇവിടെ 10 കൊല്ലം താമസിച്ചിരുന്നുവെങ്കിൽ 50 രൂപ പ്രകാരം എത്രയായേനെ എന്ന്. ഈ ദിവസവും വാങ്ങിക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ? ഒന്ന് കണക്കാക്കി പറയൂ. 50 രൂപ പ്രകാരം 10 കൊല്ലത്തേക്ക് എത്ര? അതിനുശേഷം പലിശ 10% കണക്കാക്കി അതിനും കൂടി കൂട്ടി നോക്ക്. മാത്രവുമല്ല, കൂട്ടുപലിശയും കൂടി കൂട്ടി നോക്ക്. അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ എത്രയാകുമെന്ന് പറ. 10 ലക്ഷം രൂപ? കണ്ടോ, ഞാൻ നിനക്ക് എത്ര ഗുണമുണ്ടാക്കി തന്നു എന്ന്. ഇനി മോട്ടും പത്തിനും വരികയാണെങ്കിൽ അവന്റെ 10 ലക്ഷം വാങ്ങിച്ചു. അവരുടെ അടുത്തൊന്നല്ല, കൂട്ടുകാരുടെ ഞാൻ വാങ്ങും. നിങ്ങൾ തരണം 10 ലക്ഷം രൂപ, ഇല്ലെങ്കിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് നിന്റെ 50 രൂപ. 50 അല്ല, 10 ലക്ഷം രൂപ താ. 10 വർഷത്തെ വാടക മുഴുവൻ. എന്നും അപ്പം ചോദിക്കണ്ടല്ലോ. 10 വർഷത്തിന് പലിശ ചേർത്താ കൂടെ ഇത്രയും വരില്ല. നിങ്ങൾ ഇത് എന്ത് കണക്കാ പറയുന്നേ? ഇൻട്രസ്റ്റ്, പലിശക്ക് മേളിൽ പലിശ, കോമ്പൗണ്ട് പലിശ, അതിന്റെ മേളിലും പലിശ. സോറി, തെറ്റ് സംഭവിച്ചു പോയി. 10 ലക്ഷമല്ല, 10 കോടി തരണം. 10 കോടി പോയിട്ട് 10 പൈസ പോലും ഞാൻ തരില്ല. വലിയേട്ടാ, ഇവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വലിയേട്ടൻ പിന്നെ മനസ്സിലാക്കിക്കോളും.
ആദ്യം ഞാൻ മനസ്സിലാക്കി തരാം. ഓ ഗസീട്ട്, ആ വീടിന്റെ മെയിൻ ഫ്യൂസിലെ 2 വയറ് കട്ട് ചെയ്ത് കളയണം. പിന്നെ എല്ലാം ശരിയായിക്കോളും. പിന്നെ ഇതിന് അനങ്ങാനും സംസാരിക്കാനും ഒന്നിനും കഴിയില്ല. 10 കോടി താ, 10 കോടി തരാൻ. മോട്ടു, ഇവന്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. നീ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ ഞാൻ പുറകിലൂടെ പോയി ഫ്യൂസ് വയർ അഴിച്ചിട്ടേക്കാം. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഈ കുഴിയിൽ വന്ന് ചാടിയത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിർത്ത്, ഒന്ന് നിർത്ത്. ഞാൻ ഈ വീടിനെ ശരിയാക്കിക്കോളാം. പത്ലു, ഒന്ന് വേഗം ആവട്ടെ പത്ലു. നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. പല്ല്, 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 പല്ല്. Thank you, പത്ലു. നമ്മൾ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഓയ് പത്ലു, എന്റെ ചങ്ക്, നീ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അല്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിച്ചേനെ. ആ വീട് നിങ്ങളെ വെറുതെ വിടില്ലായിരുന്നു. അതെന്ന് അടിക്ക്, 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 കൊല്ലവനെ. 100 കോടി രൂപ താ, 100 കോടി രൂപ തരാൻ. ഇല്ലെങ്കിൽ ഓടിക്കോ.